നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ ട്രോഫി അനുമോൾ സ്വന്തമാക്കിയെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര. ആദ്യമായി ഫിനാലയിൽ എത്തുകയും റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത്. ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയിയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ പങ്കിട്ടു. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ്. ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായി ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിന്റെ, അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിന്റെയും സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചില്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബിഗ് ബോസിൽ എത്തുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ്. പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഞാൻ ഒരു സാധാരണക്കാരനായിട്ടാണ് ഷോയിൽ പ്രവേശിച്ചത്. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. നന്ദി. ലാൽ സാറിന് നന്ദി. ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വികാരഭരിതനായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അനീഷ് ഈ വാക്കുകൾ പറഞ്ഞത്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് 360 ഡിഗ്രിയിൽ മാറാൻ പോകുന്നത്. പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്തു കാത്തിരിപ്പുണ്ട്. സിനിമ, സോഷ്യൽ മീഡിയ, പരസ്യങ്ങൾ, മറ്റു പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണാവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത്. ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ്. ഈ അവസരങ്ങളെ ഉപയോഗിച്ച് പൊതുരംഗത്ത് കൂടുതൽ തിളങ്ങാൻ അനീഷിന് സാധിക്കട്ടെ.